ഞാനും അമലും അപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പാർക്കുട്ടി മെല്ലെ വന്ന് എത്തി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ അമ്മ ഏട്ടനോട് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അമല് പോയിട്ടതാ അവൾക്കുള്ള ഈ സർപ്രൈസ് ഗിഫ്റ്റ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. ഹായ്, ഇതെന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞ് തുറന്നു നോക്ക്, അപ്പം അറിയാലോന്നേ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റൊക്കെ. അപ്പം ഞങ്ങൾ ഇതേപോലെ അവൾക്ക് ഇടയ്ക്ക് ഓരോ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും വല്ല ടെഡി ബെയറോ അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലുള്ള ടോയ്സ് എന്നാണ് കേട്ടോ എൻ്റെ ഒരു ധാരണ. സംഭവം ഇതാണ്, ഒരു ലേണിംഗ് ടോയ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആൾ ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു ടോയ്. അവൾ വിചാരിച്ചത് എന്തെങ്കിലും ഒരു എന്താ പറയുക ഹെയർ ക്ലിപ്പോ കാര്യങ്ങളൊക്കെയാണ് എന്നാണ് ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ ലേണിംഗ് ടോയ് എനിക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ. ഇത് അവൾക്ക് കുറച്ച് നേരത്തെ കൂടി കിട്ടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷേപ്സും കളേഴ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ. ഇതിപ്പോൾ അവൾ ഓൾറെഡി ഒക്കെ കുറേയൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞല്ലോ. അവളേക്കാൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇത് കുറച്ചുകൂടി ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ഇത് അവൾക്ക് ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത് കൊടുത്തത്. അതായത് കുറച്ച് നേരത്തെ കാണേണ്ടതായിരുന്നു എന്ന്. എന്തായാലും അടിപൊളിയാണ്. കളേഴ്സും ഷേപ്സും ഒക്കെ മക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇതുപോലെ ടോയ്സ് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു ധാരണ.